രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ പ്രതിഷേധം കനക്കുന്നു. എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന് ബിജെപി. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംഘടിപ്പിച്ച ലോങ് മാർച്ച് അടക്കം ഉപേക്ഷിച്ചു. വിശദാംശങ്ങളുമായി സാനു കെ സജീവ് ചേരുകയാണ്. സാനു, വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എംഎൽഎ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം തന്നെയാണ് ശക്തമാകുന്നത്. അതേസമയം തന്നെ എല്ലാം കൊണ്ടും പ്രതിരോധത്തിലായി കഴിഞ്ഞു കോൺഗ്രസ്, അല്ലേ? ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് യൂത്ത് കോൺഗ്രസിൽ നിന്നും മാറി അത് കോൺഗ്രസ് നേതൃത്വത്തെ തന്നെ വെട്ടിലാക്കിയിരിക്കുകയാണ്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കുന്നതിലൂടെ ഈ പ്രതിഷേധങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങളുടെ മുനയൊടിക്കാം, അല്ലെ അതിനെ കട്ടി കുറയ്ക്കാമെന്ന് വിചാരിച്ച കോൺഗ്രസ് നേതൃത്വം തന്നെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈ ആരോപണത്തിന്റെ കുത്തൊഴുക്കിലേക്ക് പെട്ടുപോയിരിക്കുന്നു. അതായത് വി.ഡി. സതീശനടക്കം ഈ വിഷയത്തിലെ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ അറിയാമായിരുന്നു എന്ന് ഈ ഇരകൾ തന്നെ തുടർച്ചയായിട്ട് വ്യക്തമാക്കിയതോടുകൂടി ഈ കോൺഗ്രസിന്റെ എല്ലാ സമുന്നത നേതാക്കളും ഈ ഒരു ആരോപണത്തിൽ, രാഹുൽ മാങ്കൂട്ടവുമായി ഉയർന്നു വന്നിട്ടുള്ള ആരോപണത്തിൽ പൂർണ്ണമായിട്ടും വെട്ടിലായിരിക്കുകയാണ്. അതായത് വി.ഡി. സതീശനും ഒപ്പം തന്നെ മുൻ പാലക്കാട് എംഎൽഎ ഷാഫി പറമ്പിലും അടക്കമുള്ളവർക്ക് കൃത്യമായിട്ട് ഇതിന് പരാതികൾ നൽകിയിരുന്നു. ഷാഫി പറമ്പിലിന് നൽകുന്ന പരാതികൾ കൃത്യമായിട്ട് പഠിക്കാനോ അതിൽ നടപടിയെടുക്കാനോ അയാൾ തയ്യാറായിട്ടില്ല. അയാൾ ആ പരാതികൾ പൂഴ്ത്തിവെക്കുകയായിരുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇരകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കൃത്യമായിട്ട് ആരാണ് മാങ്കൂട്ടം, എന്താണ് മാങ്കൂട്ടത്തിന്റെ ചെയ്തികൾ എന്നടക്കമുള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു നേതാവാണ്, യുവ നേതാവാണ് ഷാഫി പറമ്പിൽ എന്നുകൂടി പറഞ്ഞു വെച്ചതോടെ ഈ മാങ്കൂട്ടത്തിനൊപ്പം തന്നെ ആ ആരോപണത്തിന്റെ ശരം ഷാഫി പറമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിന്റെ ചിറകിനടിയിലാണ് മാങ്കൂട്ടത്തിനെ ഒളിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങളും ആരോപണം ആയിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിന്, അതായത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഒപ്പം തന്നെ KPCC അധ്യക്ഷനടക്കം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള അറിവുണ്ടായിരുന്നു, ബോധ്യമുണ്ടായിരുന്നു. അവർ തിരുത്താൻ തയ്യാറായിട്ടില്ല എന്നുകൂടിയാണ് ഈ ഇരകൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ തത്വത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഒന്നാകെ വെട്ടിലായിരിക്കുകയാണ്, പ്രതിരോധത്തിലായിരിക്കുകയാണ്. അതിനപ്പുറം യൂത്ത് കോൺഗ്രസിലെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തുടർന്ന് വരുന്ന ആ ഗ്രൂപ്പിസം അത് പുറത്തു വന്നിരിക്കുന്നു, അത് പുറത്തെത്തിയിരിക്കുന്നു. അതായത് ഇത്തരം പുഴുക്കുത്തുകളെ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ഒരു വിഭാഗവും രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇനി ആരാണ് സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിലേക്ക് ചർച്ച കടക്കുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കടിപിടിയും ചരടുവലിയും ഒരു ഭാഗത്ത് നടക്കുന്നു. മാങ്കൂട്ടത്തെ രക്ഷിച്ചേർക്കാൻ വേണ്ടിയിട്ട് മറുഭാഗത്ത് വേറൊരു വിഭാഗവും നീക്കങ്ങൾ നടത്തുന്നു. ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പിനോടടുക്കുമ്പോൾ ഈ സ്വന്തം സ്ഥാനം ഉറപ്പിക്കുന്നതിലേക്ക് കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും സംവിധാനങ്ങൾ മാറുകയാണ്. ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഈ തൃശ്ശൂരിൽ സംഘടിപ്പിച്ചിരുന്ന ലോങ് മാർച്ച് ഈ ആരോപണങ്ങളുടെയും യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ രാജിയെ തുടർന്ന് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിരിക്കുമാണ്. സാനു കെ സജീവാണ് വിശദാംശങ്ങൾ നൽകിയത്.